ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്നാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിലെ കുറേ ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. MACD, മൂവിങ് ആവറേജസ്, RSI, അങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഈ വീഡിയോ നിങ്ങളെ ഒരിക്കലും പൈസക്കാരനാക്കാൻ പോകുന്നില്ല. കാരണം സെബിയുടെ ഡേറ്റ പ്രകാരവും ട്രേഡിംഗ് ചെയ്യുന്ന 93% ആൾക്കാരും ആക്ച്വലി ലോസാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡിംഗ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ നിങ്ങളിതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കിൻ്റെ ഇതുവരെയുള്ള പ്രൈസിൻ്റെയും അതിൻ്റെ വോളിയത്തിൻ്റെയും മൂവ്മെൻറ്റ് നമ്മൾ നോക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ അതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാനാണോ താഴേക്ക് പോകാനാണോ സാധ്യത എന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്. ഈ ടെക്നിക്കൽ അനാലിസിസ് അല്ലാതെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്. അതിൽ നമ്മൾ ഈ പ്രൈസ് മൂവ്മെൻ്റ് ഒന്നും നോക്കില്ല. നേരെ മറിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ ഇതുവരെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്താണ്, ഇനി അങ്ങോട്ട് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫണ്ടമെൻ്റൽ അനാലിസിസ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടെക്നിക്കൽ അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സ്റ്റോക്കിൻ്റെ ഇതുവരെയുള്ള പ്രൈസ് ആൻഡ് വോളിയം മൂവ്മെൻറ്റ് അനുസരിച്ച് ഇനി അങ്ങോട്ട് അത് മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമെന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യലാണ്. പക്ഷേ ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെറുതെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ചാർട്ട് വെറുതെ നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല. അതിന് നമുക്ക് കുറച്ച് ടൂൾസ് വേണം. ആ ടൂൾസാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. ഫസ്റ്റ് ടൂളാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്താൽ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ചാർട്ടാണ്. ബേസിക്കലി ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞ ചാർട്ടാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലാതെയും നമുക്ക് പ്രൈസുകൾ കാണിക്കാൻ പറ്റും. പക്ഷേ പൊതുവേ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് ക്യാൻഡിൽ സ്റ്റിക്കാണ് ഉപയോഗിക്കുക, കാരണം അതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെ റീഡ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് പഠിക്കണം. രണ്ട് ടൈപ്പ് ക്യാൻഡിൽ സ്റ്റിക്കാണുള്ളത്. ഒന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക്, പൊതുവേ ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്ക്, അത് റെഡ് കളറിലായിരിക്കും ഉണ്ടാവുക. ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആ സമയത്തിൽ മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഒരു ബുള്ളിഷ് ക്യാൻഡലിന് ഒരു ബോഡി ഉണ്ടാവും, അതുകൂടാതെ രണ്ട് വടികളുണ്ടാവും. അതിന് നമ്മൾ വിക്സ് എന്നാണ് വിളിക്കുക. ഈ ബോഡിയുടെ താഴ്ഭാഗം ഇൻഡിക്കേറ്റ് ചെയ്തത് ആ ദിവസം ആ സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത പ്രൈസാണ്. അതിന് മുകൾ ഭാഗം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ സ്റ്റോക്ക് അന്ന് വൈകുന്നേരം ക്ലോസ് ചെയ്ത പൈസയാണ്, ഇപ്പോൾ എൻഡ് ചെയ്ത പൈസ. ഇനി ഇതിൻ്റെ ഇടയിൽ സ്റ്റോക്ക് തുടങ്ങിയതും എൻഡിങ്ങും കൂടാതെ ഇടയ്ക്ക് മുകളിലേക്കും താഴേക്ക് പോയിട്ടുണ്ടാവില്ലേ, ആ ദിവസം ഏറ്റവും മാക്സിമം അടിച്ച പ്രൈസാണ് ഈ ഒരു വിക്കിൻ്റെ മുകൾ ഭാഗം കാണിക്കുന്നത്. ആ ഒരു ദിവസം ഏറ്റവും ലോവസ്റ്റ് അടിച്ച പ്രൈസാണ് ഈ ഒരു വിക്കിൻ്റെ താഴ്ഭാഗം കാണിക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇമാജിൻ ചെയ്യുക, ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് അവേഴ്സിന് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയത് 10-നാണ്. അപ്പോൾ 10 ആയിരിക്കും ഈ ഒരു ബോഡിയുടെ താഴ്ഭാഗം. ആ സ്റ്റോക്ക് അന്നത്തെ വൈകുന്നേരം എൻഡ് ചെയ്ത പ്രൈസ് 12-നാണെങ്കിൽ ഈ ബോഡി 12ഉം 10 വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അന്നത്തെ ദിവസത്തിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടിയതായതുകൊണ്ട് അന്നൊരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും ഉണ്ടാവുക, പൊതുവേ ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവുക. ഇനി ഇമാജിൻ ചെയ്യുക, രാവിലെ തുടങ്ങിയപ്പോൾ 10 ആണെങ്കിലും ഇടയ്ക്ക് വെച്ച് അത് 8-ലേക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താഴെ ഇവിടെ 8 എന്ന് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ 12 ആവുന്നതിന് മുൻപ് തന്നെ എപ്പോഴും അത് 15 അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മുകളിലേക്ക് 15 എന്ന് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അവസാനം വന്നിട്ട് 12-ലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ മൊത്തം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നമുക്കൊരു ബെയറിഷ് ക്യാൻഡലും മനസ്സിലാക്കാം. ബെയറിഷ് ക്യാൻഡലിൻ്റെ ഓപ്പൺ പ്രൈസ് ആയിരിക്കും ഇവിടെ കാണിക്കുക, ക്ലോസ് പ്രൈസ് ആയിരിക്കും ഇവിടെ കാണിക്കുക, അതുപോലെ ലോവും ഹൈ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ചാർട്ട് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അന്ന് സ്റ്റാർട്ട് ചെയ്ത് 100-നാണ്, എൻഡ് ചെയ്ത് 95-നാണ്. ഇടയ്ക്ക് വെച്ച് എപ്പോഴോ 105-ലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് എപ്പോഴോ 90-ലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ക്യാൻഡിൽ സ്റ്റിക്കിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ കിട്ടും. ഇനി ഇത് കൂടാതെ ഡോജി ക്യാൻഡിൽ എന്ന് പറഞ്ഞ ക്യാൻഡിലുണ്ട്. അത് പൊതുവേ വളരെ തിന്നായിട്ടുള്ളൊരു ക്യാൻഡിലായിരിക്കും. തിന്നായിട്ടുള്ള ക്യാൻഡിൽ അർത്ഥം എന്തായിരിക്കും, ബേസിക്കലി അന്ന് കുറേ പ്രൈസ് മൂവ്മെൻറ്റ് നടന്നിട്ടില്ല. താഴേക്കും കുറേ പോയിട്ടുണ്ടാവില്ല, മുകളിലേക്കും കുറേ പോയിട്ടുണ്ടാവില്ല. അപ്പം മാർക്കറ്റ് ഒരു ഇൻഡിസൈസീവ്, ഒരു ഡിസിഷനിൽ എത്താത്തൊരവസ്ഥയിൽ നിൽക്കുക എന്ന് നമ്മൾ പറയും. അതായത് മാർക്കറ്റിൽ ബയേഴ്സും ഉണ്ടാവും, സെല്ലേഴ്സും ഉണ്ടാവും. ഈ രണ്ട് പേരും ഇങ്ങനെ കട്ടക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലായിരിക്കും ഉണ്ടാവും. മാർക്കറ്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ മാർക്കറ്റിനെ കാണുക എപ്പോഴും ബയേഴ്സും സെല്ലേഴ്സും അഥവാ ബുൾസും ബെയർസും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിട്ടാണ് കാണാം. ബുൾസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകും, അതേസമയം ബെയർസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് പോകും. ആ ഒരു ഫൈറ്റിൻ്റെ രൂപത്തിലാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിനെ നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബേസിക്സ് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ആ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എല്ലാ ട്രേഡിങ്ങിൻ്റെ എക്സാമ്പിൾസും ജസ്റ്റ് എഡ്യൂക്കേഷണൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശം. ഇനി രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ട്രേഡ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ മെട്രിക് ക്യാൻഡിൽ സ്റ്റിക്കോ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഒരു സിംഗിൾ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്പിൾ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. പക്ഷേ എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ ഒരു സിംഗിൾ മെട്രിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ട്രേഡ് ചെയ്യാമെന്നൊക്കെ എക്സാമ്പിളായിട്ട് പറയും. പക്ഷേ അതൊരിക്കലും റിയൽ ലൈഫിൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ മാത്രം മനസ്സിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ നോക്കാം. അതിന് ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്ന് പറഞ്ഞ പാറ്റേൺ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ മനസ്സിലാവും സ്റ്റോക്ക് താഴേക്ക് പോയി
ഒരു ദിവസം മുകളിലേക്ക് ക്ലോസ് ചെയ്തു, വീണ്ടും താഴേക്ക് വന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായി. ഇതൊരു ഹാമർ പാറ്റേൺ എന്നാണ് വിളിക്കുക. ഒരു ചുറ്റിക പോലെ ഉണ്ടാവും കാണാൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവേ സംഭവിക്കുക, ആ സ്റ്റോക്ക് ഇതുവരെ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഇനി അങ്ങോട്ട് അപ്പ് ട്രെൻഡിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ഹാമർ കണ്ടാൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചുറ്റിക വെച്ചാൽ ആൾ താഴെ അടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഇനി അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാം, സ്റ്റോക്ക് താഴേക്ക് പോയി, ചെറിയൊരു സപ്പോർട്ട് കിട്ടി, വീണ്ടും താഴേക്ക് പോയി. ഈ ഹാമർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബേസിക്കലി അതിൻ്റെ വിക്ക് ഭയങ്കര താഴേക്ക് പോയിട്ടുണ്ട്. അതായത് ബേസിക്കലി അന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പ്രൈസിലാണെങ്കിലും കുറേ ബെയർസ് വന്ന് താഴേക്ക് പുഷ് ചെയ്യാൻ നോക്കി. പക്ഷേ ഈ പോയിന്റ് എത്തുമ്പോൾ ബുൾസ് തിരിച്ച് റിയാക്ട് ചെയ്തു. അവർ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്തു. അതിൻ്റെ അർത്ഥം ഈ ഒരു പ്രൈസിൽ ബുൾസ്, അതായത് കുറേ ബയേഴ്സ് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ആ ഒരു സപ്പോർട്ട് ഇനി അങ്ങോട്ട് ആ സ്റ്റോക്കിൻ്റെ മൊമെൻറ്റത്തിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഇതിൻ്റെ ലോജിക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ വന്ന പല ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും കൂടെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം മേ ബി ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നുള്ള കാര്യം. ഇനി മേ ബി എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇതൊരു പ്രോബബിലിറ്റിൻ്റെ ഗെയിമാണ്. ഒരിക്കലും ഒരു പ്രൊഫഷണൽ ട്രേഡർ പോലും ഒരു പാറ്റേൺ കണ്ടതുകൊണ്ടോ ഒരു ഇൻഡിക്കേറ്റർ കണ്ടതുകൊണ്ടോ ഈ സ്റ്റോക്ക് എന്തായാലും മുകളിലേക്ക് പോകും അല്ല താഴേക്ക് പോകും ഒരിക്കലും അവർ പറയില്ല. എപ്പോഴും പ്രോബബിലിറ്റി ആയിരിക്കും പറയാം. മേ ബി ഇങ്ങനെ ഒരു പാറ്റേൺ കണ്ടാൽ അവർ പറയും ഒരു 70% പ്രോബിലിറ്റി ഉണ്ട് അങ്ങോട്ട് പോകാൻ, 30% പ്രോബിലിറ്റി ഉണ്ട് സൈഡ് വേസ് പോകാൻ. ആ രീതിയിലേക്കായിരിക്കും അവർ സംസാരിക്കുക. അതിനനുസരിച്ചായിരിക്കും ഈ സ്റ്റോക്കിൽ അവരെന്ത് ചെയ്യുക, ഒരു പൊസിഷൻ എടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ കാണേണ്ടത്. ഒരു പ്രോബബിലിറ്റിയുടെ ഗെയിമാണിത്. അപ്പോൾ ഹാമർ ക്യാൻഡിൽ പോലെ തന്നെ വേറൊരു ടൈപ്പ് ക്യാൻഡിലാണ് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഷൂട്ടിംഗ് സ്റ്റാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു ഷേപ്പ് നിങ്ങൾ കാണുകയാണെങ്കിൽ, അതായത് സ്റ്റോക്ക് ഇങ്ങനെ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നൊരു ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ഒരു ക്യാൻഡിൽ വന്നു അങ്ങോട്ട് ബെയറിഷ് മൂവ്മെൻറ്റ് കാണിക്കാനാണ് സാധ്യതയുള്ളത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ പ്രൈസ് വരെ പോയെങ്കിലും ബയേഴ്സ് ഇങ്ങനെ പൊക്കി കൊണ്ടുപോകാൻ നോക്കി. പക്ഷേ ബെയേഴ്സ് ഇവിടുന്ന് ഭയങ്കര അധികം റിയാക്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചു. ആ ഒരു മൊമെൻറ്റം ഇനി കീപ്പ് ചെയ്യാൻ, അതായത് താഴേക്കുള്ള ബെയറിഷ് മൊമെൻറ്റം കീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്ക് പൊതുവെ വാങ്ങുകയായിരിക്കും ചെയ്യുക. കാരണം മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിന് നമ്മൾ ലോങ് പൊസിഷൻ എന്നാണ് പറയുക വാങ്ങുന്നതിന്. അതേസമയം നമ്മൾ ഇങ്ങനൊരു പാറ്റേൺ കണ്ടാൽ നമ്മൾ ആ സ്റ്റോക്കിനെ ഷോർട്ടാണ് ചെയ്യുക. അതായത് സ്റ്റോക്ക് താഴേക്ക് പോകാനുണ്ടെങ്കിൽ നമുക്കത് വിൽക്കാൻ പറ്റും. ഇനി ഇന്ത്യൻ മാർക്കറ്റിന് പ്രോപ്പറായിട്ടുള്ള ഷോർട്ടിംഗ് എന്ന് പറഞ്ഞ പരിപാടിയൊന്നും ഇല്ല. അത് US മാർക്കറ്റ്സിനൊക്കെയാണ് കുറച്ചുകൂടി പ്രോപ്പറായിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിന് പൊതുവേ നമ്മൾ ലോങ് ട്രേഡ്സ് ആണ് എടുക്കുക, വാങ്ങാൻ വേണ്ടിയാണ് നോക്കുക. ഷോർട്ടിംഗ് പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷേ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, അത്ര ഈസി അല്ല. ഇനി ഇതുകൂടാതെ മറ്റൊരു ടൈപ്പ് ക്യാൻഡിലാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക, ഡൗൺ ട്രെൻഡിലാണുള്ളത്. പെട്ടെന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു എന്ന് മാത്രമല്ല, ആ ബുള്ളിഷ് ക്യാൻഡിൽ അതിന് മുൻപുള്ള ബെയറിഷ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യാണ്, വിഴുങ്ങുന്ന പോലെയാണെങ്കിൽ, അതായത് ഇതിൻ്റെ മുകളിലും താഴെയുമായിട്ട് ഇങ്ങനെ വിഴുങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് വിളിക്കുക. ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്, അന്നത്തെ ബയേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള അപ് ട്രെൻഡിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എൻട്രി ചെയ്യാം, സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇൻ ദ ഹോപ്സ് ഓഫ് ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നുള്ള കാര്യം. ഇതേപോലെ ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ സ്റ്റോക്ക് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ലൊരു ചാൻസ് ഉണ്ട് ഇത് താഴേക്ക് പോകാൻ വേണ്ടി, കാരണം ബെയർസിൻ്റെ പ്രഷറാണ് ഭയങ്കര കൂടുതലുള്ളത്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓവറോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നമ്മളിങ്ങനെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു ലെവലുണ്ട്. ഈ ഒരു ചാർട്ടിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ ഒരു ചാർട്ടിൻ്റെ സപ്പോർട്ട് ലെവലും അതുപോലെ റെസിസ്റ്റൻറ്റ് ലെവലും. സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, രണ്ട് ലോ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ ഇത് എക്സാക്ട്ലി അല്ല, ഓൾമോസ്റ്റ്. അങ്ങനെ മിനിമം ഒരു രണ്ടെണ്ണം നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ അവിടെ കൂടി വരയ്ക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് സപ്പോർട്ട്. അതേസമയം ഈ സ്റ്റോക്കിൻ്റെ ഈ ഒരു ഹൈ, ഏതാണ്ട് ഈ ഒരു ഹൈ, ആ ഒരു പ്രൈസിൻ്റെ മുകളിൽ ഈ സ്റ്റോക്ക് പോകുന്നില്ല. ആ ഒരു ലെവലിനെയാണ് നമ്മൾ വിളിക്കുക റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഇതിൻ്റെ പേരിൽ തന്നെ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ഒരു പ്രത്യേക ലെവലിൽ എല്ലാവരും കൂടെ, അഥവാ ബയേഴ്സ് എല്ലാവരും കൂടെ ഈ ഒരു സ്റ്റോക്കിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. അതേസമയം ഒരു പ്രത്യേക ലെവലിൻ്റെ മുകളിൽ പോകാൻ സമ്മതിക്കുന്നില്ല, അവിടെ റെസിസ്റ്റ് ചെയ്ത് സെല്ലേഴ്സ് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ട് ലൈൻസിനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻസ് വിളിക്കും. ഇതൊരു സൈക്കോളജിക്കൽ ബാരിയറും കൂടിയാണ്. അതായത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത്, ഇത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ആരോ മാജിക്കലി കൺട്രോൾ ചെയ്യല്ല സപ്പോർട്ടിൻ്റെ താഴെ പോകാതിരിക്കാനും റെസിസ്റ്റൻസിൻ്റെ മുകളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്റ്റോക്ക് ഈ സപ്പോർട്ട് ലെവലിൽ വന്നു. ആ സപ്പോർട്ട് ലെവൽ വരുമ്പോൾ ആൾക്കാർക്ക് അറിയാം ഓൾറെഡി സപ്പോർട്ടാണ്, എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ നാച്ചുറലി നമുക്കറിയാം ഈ സപ്പോർട്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകാനാണ് സ്റ്റോക്കിന് ചാൻസ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഇത് വാങ്ങിച്ചു കൂട്ടും. അത് വാങ്ങിച്ചു കൂട്ടുന്നത് നമുക്ക് സ്റ്റോക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, പക്ഷേ നമുക്കറിയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യും, കാരണം അത് സപ്പോർട്ട് പോയിൻ്റാണ്, അല്ലെ സപ്പോർട്ട് ലൈനിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ വാങ്ങും. ഇതെല്ലാവരും കൂടെ കുറേ പേര് ചെയ്യുമ്പോഴാണ് ഈ ഒരു സപ്പോർട്ടായി മാറുന്നത്. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ഇൻ ദ സെൻസ് എല്ലാവർക്കും അറിയാതെ സപ്പോർട്ട് ലൈനാണ്, അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് ലൈനായി മാറുകയാണ്.
ഇത് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഫിലോസഫിയിലേക്ക് കുറച്ച് ഓവർ നമ്മൾ കടന്നു പോകും അങ്ങനെ സംസാരിച്ച് പോയാൽ. പക്ഷേ ആ ഒരു സൈക്കോളജിക്കൽ ഗെയിം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റെസിസ്റ്റൻ്റെ കാര്യത്തിൽ സെയിം. ഇനി ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും മാത്രം ഉപയോഗിച്ചിട്ടൊക്കെ വേണം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ സപ്പോർട്ടും റെസിസ്റ്റൻസും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ സപ്പോർട്ട് എത്തിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനാണ് ചാൻസ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബൈ ചെയ്യാം. അതേസമയം റെസിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ പൊതുവേ അത് താഴേക്ക് പോകാനായിരിക്കും ചാൻസ്. കാരണം റെസിസ്റ്റൻസ് ആണല്ലോ, താഴേക്ക് പോകാൻ ചാൻസ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റോക്കിനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ലും ഷോർട്ട് ചെയ്യാവുന്നതാണ് തിയറിറ്റിക്കലി. ഇനി ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കും, ഒരു സ്റ്റോക്ക് റെസിസ്റ്റൻസിന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതിനെ നമ്മൾ ബ്രേക്ക് ഔട്ട് എന്നാണ് വിളിക്കുക. ആ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും ബ്രേക്കായി, പിന്നെ അത് വാലിഡ് അല്ല. പിന്നെ ഈ പുതിയ ഉണ്ടാക്കിയ ആ ഒരു ബ്രേക്ക് ഔട്ട് ലെവലാണ് വീണ്ടും പുതിയ സപ്പോർട്ടായി മാറുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ടിനെ നമുക്ക് വേണം ട്രേഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മിക്ക സമയത്തും അത് അപ് ട്രെൻഡിലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നല്ലൊരു പ്രൊഫഷണൽ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ ആ ലെവലിലേക്ക് തന്നെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ റീടെസ്റ്റിംഗ് എന്ന് വിളിക്കും. റീടെസ്റ്റിങ്ങിൽ എത്തിയിട്ട് വീണ്ടും അത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ക്ലിയർ സപ്പോർട്ടായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്റ്റോക്ക് വീണ്ടും വാങ്ങാവുന്നതാണ്, മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. വീണ്ടും എല്ലാം ചാൻസ് ആണ്. മാത്രമല്ല ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സും കൂടി ചേർത്തിട്ടാണ് നമുക്ക് ട്രേഡ് ആക്ച്വലി ചെയ്യാം. വീണ്ടും ഞാൻ പറയുന്നത് പലരും ഇത് മാത്രം കണ്ടിട്ട് പോയി ട്രേഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. ഞാനും അങ്ങനെയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയുന്നില്ല, ഇനി നമുക്ക് നേരെ പഠിക്കാം. നെക്സ്റ്റ് കാര്യമാണ് നമുക്ക് അപ് ട്രെൻഡ് മനസ്സിലാക്കണം. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാം അതിനെ അപ് ട്രെൻഡ്. ഇനി നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, കൂടിയ ഹൈസ് ഉണ്ടാക്കുകയും കൂടിയ ലോസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് ടെക്നിക്കലി അപ് ട്രെൻഡിലാണ് പറയും. ഇനി അപ് ട്രെൻഡിന് ഒരു ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും, അപ് ട്രെൻഡ് ലൈൻ. അപ് ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ കൂടിക്കൊണ്ടിരിക്കുന്ന ലോസിനെല്ലാം കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ അപ് ട്രെൻഡ് ലൈൻ എന്ന് വിളിക്കും. ഇത് പൊതുവേ ഒരു സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ നമുക്ക് കാണും. പൊതുവേ ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്കൊന്നും പൊതുവേ പോകാറില്ല. ഇനി ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അഥവാ ബ്രേക്ക് ഔട്ട് അവിടെ നടന്നു കഴിഞ്ഞാൽ അതിനർത്ഥം സ്റ്റോക്ക് ബെയറിഷ് ട്രേഡിലാണെന്നും നിങ്ങൾ സ്റ്റോക്ക് വിൽക്കേണ്ട സമയം അഥവാ ഷോർട്ട് ചെയ്യേണ്ട സമയം എന്നാണ് അതിൻ്റെ അർത്ഥം. സെയിം കോൺസെപ്റ്റാണ് ഡൗൺ ട്രെൻഡിലുള്ളത്. സ്റ്റോക്കിൻ്റെ ഹൈസ് കുറഞ്ഞു വരികയാണ്, ലോസും കുറഞ്ഞു വരികയാണ്, നമ്മളതിനെ ഡൗൺ ട്രെൻഡിലാന്ന് പറയും. ഇവിടെ ട്രെൻഡ് ലൈൻ വരയ്ക്കണം, നിങ്ങൾ എല്ലാ ഹൈസും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡ് ലൈൻ കിട്ടും. പൊതുവേ സ്റ്റോക്ക് ആ ഡൗൺ ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്തിട്ടാണ് പോകുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡൗൺ ട്രെൻഡ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ ഇങ്ങനെ പോകാനാണ് സാധ്യതയുള്ളത്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബുള്ളിഷ് പാറ്റേൺ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അത് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രൈസ് മൂവ്മെൻറ്റ്സിനെ പറ്റി മാത്രമേ സംസാരിച്ചുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സ്റ്റോക്ക് ആ ദിവസം എത്ര പേര് ട്രേഡ് ചെയ്തു എന്നാണ്. എത്ര പേര് വാങ്ങിച്ചു വിറ്റു എന്നല്ല, കാരണം അതിൻ്റെ കണക്ക് സെയിം ആയിരിക്കും. കാരണം നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിൽക്കണം. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എത്ര വോളിയം ഷെയർസ് ആണെന്ന് വിറ്റതെന്നാണ്. അപ്പോൾ ഈ വോളിയം ചാർട്ട് പൊതുവേ ഒരു ചാനൽ സ്റ്റിക് ചാർട്ടിൻ്റെ പ്രൈസ് ചാർട്ടിൻ്റെ താഴെയായിട്ടായിരിക്കും ഉണ്ടാവുക മിക്ക പ്ലാറ്റ്ഫോംസിലും. നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കുകയാണെങ്കിലും സീറോത് ഉപയോഗിക്കുകയാണെങ്കിലും കൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഗ്രോ ഉപയോഗിക്കുകയാണെങ്കിലും എല്ലാത്തിനും ഒരു വോളിയം ചാർട്ട് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അപ്പോൾ ഈ വോളിയം ഒരു ബാർ ചാർട്ട് വെച്ചിട്ടാണ് കാണിക്കുക. അതിൻ്റെ ഹൈറ്റ് അന്നത്തെ ഷെയർസ് ട്രേഡ് ചെയ്തതിൻ്റെ എമൗണ്ട് ആയിരിക്കും കാണിക്കുക. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണമാണ് കാണിക്കുക. ഇപ്പോൾ 318.71 മില്യൺ ആണ് അന്ന് ഷെയർ ചെയ്ത ട്രേഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ. ഗ്രീൻ കളർ വോളിയം എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്, ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും ഉണ്ടാവാം. റെഡ് കളർ എന്ന് പറഞ്ഞാൽ അന്ന് ഷെയർ താഴേക്ക് പോവുകയാണ് ചെയ്തത്. അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വോളിയവും അതുപോലെ ഈ പ്രൈസിൻ്റെയും രണ്ടിൻ്റെയും കൂടെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളൊരു ട്രേഡിലേക്ക് ശരിക്കും എൻ്റർ ചെയ്യുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു അപ് ട്രെൻഡ് കണ്ടു. ഈ അപ് ട്രെൻഡ് എൻ്റെ അർത്ഥം സ്റ്റോക്ക് മുകളിലേക്ക് പോവാണ്, നിങ്ങൾക്ക് വേണം സ്റ്റോക്ക് വാങ്ങാവുന്നതാണ്. സ്റ്റോക്ക് ഇനിയും മുകളിലേക്ക് പോകാനാണ് സാധ്യത, കാരണം മൊമെൻറ്റം ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ അതേസമയം ഈ സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡിലും വോളിയം കൂടിക്കൊണ്ട് വരികയാണെങ്കിൽ അത് നല്ലൊരു അപ് ട്രെൻഡാണ് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും, കാരണം കൂടുതൽ ആൾക്കാർ ആ ഒരു മൊമെൻറ്റത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ് പക്ഷേ വോളിയം കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മളതിനെ അപ് ട്രെൻഡ് ഭയങ്കര വീക്കാന്ന് പറയും. കാരണം അപ് ട്രെൻഡിലാണ് പക്ഷേ ആൾക്കാരിൽ പാർട്ടിസിപ്പേഷൻ കുറവാണ്. അപ്പോൾ ഈ അപ് ട്രെൻഡ് ഇനി അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ പ്രൈസും വോളിയം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ട്രേഡ്സിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പ്രൈസ് ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യാമെന്നും അതിൻ്റെ ബേസിസിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നും അതുപോലെ വോളിയം കൂടെ എങ്ങനെ കമ്പൈൻ ചെയ്യണം എല്ലാവരും ബേസിക് കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ടെക്നിക്കൽ അനാലിസിസിൽ കുറച്ച് ടൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് മൂവിങ് ആവറേജസ്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് മൂവ് ചെയ്യുന്ന ആവറേജ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഒരു സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കിൻ്റെ ഒരു 10 ദിവസത്തെ പ്രൈസാണ് നിങ്ങളുടെ കാണുന്നത്. ഇനി ഇമാജിൻ ചെയ്യാം, കഴിഞ്ഞ 10 ദിവസത്തിൽ ഇതിൻ്റെ ആവറേജ് എന്തായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടോ, ഈ ഒരു നമ്പർ കിട്ടില്ലേ? കിട്ടും. അതാണ് അതിൻ്റെ 10 ഡേ ആവറേജ്. ഇനി ആലോചിച്ച് നോക്കി, അതിൻ്റെ മുൻപുള്ള 10 ഡേയുടെ നമുക്ക് വേണം എടുക്കാം, അതും 10 ഡേ ആവറേജ് ആയിരിക്കും ഇന്നലത്തെ. അതുപോലെ ഓരോ ദിവസത്തെയും നമുക്കിങ്ങനെ 10 ഡേ ആവറേജ് എടുത്തുകൊണ്ടിരിക്കാം. അതുവരെയുള്ള 10 ഡേയ്സ്, അതുവരെയുള്ള 10 ഡേയ്സ്, അതുവരെയുള്ള 10 ഡേയ്സിൻ്റെ ആവറേജ് എടുത്തുകൊണ്ടിരിക്കാം.
ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആവറേജിനെയാണ് നമ്മൾ മൂവിങ് ആവറേജ് എന്ന് വിളിക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ കാണുന്ന ഒരു ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ചാർട്ടാണ്. പ്രൈസ് മൂവ്മെൻറ്റ് ഭയങ്കര ഇങ്ങനെ മുകളിലും താഴേക്കാണ്. എന്നാൽ നിങ്ങൾ ഈ നീല കളർ ലൈനിൽ കാണുന്ന സാധനം അതിൻ്റെ 50 ഡേ മൂവിങ് ആവറേജ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ലൈൻ ഇങ്ങനെ എത്തിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് മുൻപുള്ള 50 ദിവസത്തിൻ്റെ സ്റ്റോക്ക് പ്രൈസിൻ്റെ ആവറേജ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ ലൈൻ എത്തിയെങ്കിൽ ഇതിന് മുൻപുള്ള 50 ദിവസത്തിൻ്റെ ആവറേജ് ആണ് നിങ്ങൾ ഈ ലൈനിൽ കാണുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ഗ്രാഫ് കുറച്ചുകൂടി സ്മൂത്താണ്. പൊതുവേ നമുക്കൊരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ ഭയങ്കര ഇറാറ്റിക് ആയിരിക്കും. അതൊന്നും കൂടി സ്മൂത്തൻ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മൂവിങ് ആവറേജ് ഉപയോഗിക്കാം. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ജനറലി ഒരു സ്റ്റോക്കിൻ്റെ മൂവിങ് ആവറേജിന് മുകളിലാണ് അതിൻ്റെ പ്രൈസ് പോകുന്നതെങ്കിൽ നമ്മൾ പറയും ആ സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. കാരണം കഴിഞ്ഞ 50 ദിവസത്തിനേക്കാളും കൂടുതൽ പ്രൈസിലാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആ സ്റ്റോക്ക് ഈ മൂവിങ് ആവറേജിന് താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പൊതുവേ പറയും അവിടെ ഒരു ബെയറിഷ് ട്രെൻഡാണ്, അഥവാ ഡൗൺ ട്രെൻഡിലേക്ക് ആ സ്റ്റോക്ക് എൻട്രി ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ ഒരു രീതിയിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. ഇനി ഇതുകൂടാതെ ഈ മൂവിങ് ആവറേജസ് കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡൊക്കെ ചെയ്യാം. ഇതിൽ കുറേ രീതിയിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ 2 സിമ്പിളായിട്ടുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പേരാണ് ഒന്ന് ഗോൾഡൻ ക്രോസ് ഓവർ. അപ്പോൾ ഗോൾഡൻ ക്രോസ് ഓവറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 50 ഡേ മൂവിങ് ആവറേജ് പ്ലോട്ട് ചെയ്യുക. അതുപോലെ ഒരു 200 ഡേ മൂവിങ് ആവറേജ് നിങ്ങൾ പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് ഈ 50 ഡേ മൂവിങ് ആവറേജ് 200 ഡേ മൂവിങ് ആവറേജിനെ താഴേന്ന് മുകളിലേക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഉണ്ടായെന്ന്. അതിൻ്റെ അർത്ഥം സ്റ്റോക്ക് മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. അതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. 50 ഡേ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള മൂവിങ് ആവറേജ് ആണ്, ലേറ്റസ്റ്റ് ഉള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് ആണ് ഇതിൽ കൂടുതൽ വരിക. 200 ഡേ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള ആ ഒരു ആവറേജും കൂടി എടുത്തിട്ടാണ്. അപ്പം ലേറ്റസ്റ്റ് പ്രൈസ് ട്രെൻഡ് പണ്ട് മുതലേ ഉള്ള പ്രൈസ് ട്രെൻഡിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ മൊമെൻറ്റം ഇനിയും കീപ്പ് ചെയ്യാൻ ചാൻസ് ഇല്ലേ. അപ്പോൾ ആ ലോജിക്കിലാണ് നമ്മൾ ഗോൾഡൻ ക്രോസ് കണ്ടു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റോക്ക് വാങ്ങി അതിനെ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ തീരുമാനിക്കും. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി ഒന്ന് ഉപയോഗിക്കാം. ഇനി ഇവിടെ ഒരു വോളിയം ചാർട്ടും കൂടി നിങ്ങൾക്ക് വരച്ചിട്ട് ആ വോളിയം ഭയങ്കര വലുതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടുകയും നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ പ്രൈസിനൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി റിസ്ക്കും കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഡെത്ത് ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ. അതായത് ബേസിക്കലി ഈ 50 ഡേ മൂവിങ് ആവറേജ് താഴേക്ക് 200 ഡേ മൂവിങ് ആവറേജിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റോക്ക് താഴേക്ക് പോകാനാണ്, അഥവാ ബെയറിഷ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അതിന് നമ്മൾ ഡെത്ത് ക്രോസ് ഓവർ എന്ന് വിളിക്കും. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾ ഒന്നെങ്കിൽ സ്റ്റോക്കിനെ വിൽക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ മൂവിങ് ആവറേജ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ സിമ്പിൾ ലോജിക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്ത ടൂളാണ് RSI അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. RSIൻ്റെ തിയറിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പക്ഷേ 2 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. RSI കാണിക്കുന്നത് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്രത്തോളം പെട്ടെന്നാണ് ചേഞ്ച് ചെയ്യുന്നത്, മാത്രമല്ല എത്രത്തോളം സ്ട്രെങ്ത്തോട് കൂടിയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ അതിൻ്റെ RSI ഭയങ്കര കൂടുതലുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഒരു കൺസിസ്റ്റൻസി കാണിക്കുന്നില്ല. എപ്പോഴും മുകളിലേക്കാണോ പോകുന്നത്? അല്ല, എപ്പോഴും ഞാൻ മുകളിലേക്ക് പിന്നെ താഴേക്ക് വരും. അപ്പോൾ കൺസിസ്റ്റൻസി കാണിക്കുന്നില്ല. മാത്രമല്ല അതിൻ്റെ ഒരു സ്പീഡും ഭയങ്കര ക്ലിയർ അല്ല, മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ അതിൻ്റെ RSI ഒരു മിഡ് ലെവലിലൊക്കെ ആയിരിക്കും ഉണ്ടാവും. എന്നാൽ സ്റ്റോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് അതിൻ്റെ സ്പീഡും ഭയങ്കര സ്പീഡിലാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, കൺസിസ്റ്റൻ്റ്ലി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അതിൻ്റെ RSI ഭയങ്കര കൂടുതലാണ്. ഇനി നമ്മൾ പറയല്ല, ചെയ്തിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയൊക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 0 to 100 ഇടയിൽ ഈ ഒരു സ്കോർ തീരുമാനിക്കപ്പെടും. ഇനി ഈ ഒരു ടൂൾ നമുക്ക് കുറേ രീതിയിൽ യൂസ് ചെയ്യാമെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ RSI നോക്കിയിട്ട് RSI 70ൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ പറയും ആ ഒരു സ്റ്റോക്ക് ഓവർ ബോട്ട് സ്റ്റോക്കാണ്. അത് കുറേ ആൾക്കാർ ഓവറായിട്ട് അതിനെ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ RSI വല്ല 80 ഒക്കെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് മനസ്സിലായി ഈ സ്റ്റോക്ക് ആൾക്കാർ ഓവർ ബൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓവർ ബൈ ചെയ്ത് ആൾക്കാർ ഇത് വിൽക്കാനും ചാൻസ് ഉണ്ട്. ആൾക്കാരെന്ന് പറഞ്ഞാൽ വേറെ കുറേ ആൾക്കാർ ഇതിനെ ബെയറിഷ് ഒരു പുഷ് താഴെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവർ RSI കണ്ടാൽ, ഫോർ എക്സാമ്പിൾ 70ന് മുകളിൽ ഒരു 80 85 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് ആക്ച്വലി ഷോർട്ട് ചെയ്യാവുന്നതാണ്. കാരണം താഴേക്ക് പോകാനാണ് ചാൻസ്. നേരെ തിരിച്ചും കറക്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു RSI 30ൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു സ്റ്റോക്ക് ഓവർ സോൾഡ് ആണ്. ആൾക്കാർ വിൽക്കേണ്ടതിനേക്കാളും കൂടുതൽ അതിന് വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ വാങ്ങാം. ഒരു RSI എങ്ങനെയായിരിക്കും ഉണ്ടാകുന്ന കാര്യം സിമ്പിൾ ട്രേഡിംഗ് ചാർട്ട് വെച്ച് മനസ്സിലാക്കി തരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ സ്റ്റോക്ക് പ്രൈസ് കാണുന്നുണ്ട്, താഴെ നിങ്ങൾക്ക് RSIയുടെ ഒരു ചാർട്ട് കാണുന്നുണ്ട്. അപ്പോൾ RSIയുടെ ചാർട്ടിൽ 2 ലൈൻസ് നമ്മൾ പൊതുവേ കാണിക്കും. ഒന്ന് 70 30. ഇനി ഇത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ചില പ്രൊഫഷണൽ ട്രേഡേഴ്സൊക്കെ 70 30 അല്ല 20 80 ഒക്കെ ചെയ്യാറുണ്ട്. കാരണം അവർ 20 80 ആണ് കുറച്ചും കൂടി ഓവർ ബോട്ടിൻ്റെയും ഓവർ സോൾഡിൻ്റെ സിഗ്നൽ ആയിട്ട് എടുക്കുന്നത്. അതൊക്കെ റിലേറ്റീവ് ആണ്. എങ്കിലും നമുക്ക് ഇവിടെ നോക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് പെട്ടെന്ന് താഴേക്ക് പോയപ്പോൾ അതിൻ്റെ RSI ഭയങ്കര കുറഞ്ഞതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻഫാക്ട് 30ൻ്റെ താഴേക്ക് പോയിട്ടുണ്ട്. അത് ഓവർ
സോൾഡ് ടെറിട്ടറിയിലേക്ക് കയറി. അപ്പോൾ ആ ഒരു പ്രൈസിൽ നിങ്ങൾ ഈ RSI നോക്കുമ്പോൾ 30 താഴെയാണ്. നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ഇവിടുന്ന് വാങ്ങാം, കാരണം അത് ഓവർ സോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങണം ഓട്ടോമാറ്റിക്കലി. ഇപ്പം നോക്കുമ്പോൾ കൂടിയായിട്ട് കാണാൻ പറ്റും, പക്ഷേ അന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർട്ട് കാണില്ല. പക്ഷേ എങ്കിലും നമ്മുടെ തിയറി പ്രകാരം നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്യാവുന്നതാണ്, സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന പ്രതീക്ഷിക്കാവുന്നതാണ്, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഏതാണ്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഓവർ മുകളിലേക്ക് പോയിട്ടുണ്ട്, RSI 70 മുകളിൽ ബ്രീച്ച് ചെയ്തിട്ടുണ്ട്, ഓവർ ബോട്ടാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് വേണം ആ സ്റ്റോക്കിനെ വിൽക്കാം, അല്ലെങ്കിൽ ആ സ്റ്റോക്കിനെ ഷോർട്ട് ചെയ്തിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇനി വീണ്ടും മനസ്സിലാക്കേണ്ടത് RSI മാത്രം നോക്കി ആരും ട്രേഡ് ചെയ്യില്ല. ഈ RSI ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ വോളിയം കൂടി നമ്മൾ നോക്കും, മൂവിങ് ആവറേജും കൂടി നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ടൂളും കൂടി ഉണ്ട്, അതും കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ RSI എന്താണെന്ന് മനസ്സിലാക്കി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് MACD അഥവാ മൂവിങ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് ആണ്. ഇതിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതിന് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ട്, ആ ഫോർമുല മനസ്സിലാക്കാം. MACD ലൈൻ എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യാം. 12 പീരീഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഡേ ആവാം, മന്ത് ആവാം, വീക്ക് ആവാം, മിനിറ്റ് ആവാം, ഒക്കെ ആവാം. അത് ഓരോരോ ട്രേഡറിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഭയങ്കര ലോങ് ഡ്യൂറേഷനിലേക്കാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വീക്കോ മന്തോ ഒക്കെ നോക്കാറുണ്ടാവും, അല്ലെങ്കിൽ ഡേ ഒക്കെ ആയിരിക്കും നോക്കുക. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മിനിറ്റ്സും അതുപോലെ ആ ഹവേഴ്സൊക്കെ ആയിരിക്കും നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ നമ്മളിവിടെ സിമ്പിൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഡേ ആയിട്ട് എടുക്കാം. ഇപ്പോൾ 12 ഡേ EMA എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് സിമ്പിൾ മൂവിങ് ആവറേജ് ആയിരുന്നു. നിങ്ങൾക്ക് റീസെൻറ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിന് കുറച്ചും കൂടി വെയിറ്റേജ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. ബേസിക്കലി മൂവിങ് ആവറേജ് തന്നെ. അപ്പോൾ MACD ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 12 ഡേ മൂവിങ് ആവറേജ് മൈനസ് 26 ഡേ മൂവിങ് ആവറേജ് ആണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. ബേസിക്കലി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, 12 ഡേയിലെ മൂവിങ് ആവറേജ് ഭയങ്കര കൂടുതലാണെങ്കിൽ 26-നേക്കാളും നോക്കുകയാണെങ്കിൽ ഈ MACD മുകളിലേക്കാണ് പോവുക. അതായത് റീസെൻറ്റ് പ്രൈസ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, MACD ലൈൻ മുകളിലേക്കാണ് പോവുക. റീസെൻറ്റ് പ്രൈസ് താഴേക്കാണ് പോകുന്നതെങ്കിൽ MACD ലൈൻ താഴേക്കാണ് പോവുക. അതാണ് ബേസിക് ലോജിക്. ഇനി ഇത് കൂടാതെ ഒരു സിഗ്നൽ ലൈൻ ഉണ്ട്. സിഗ്നൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ MACD ലൈനില്ലേ, ആ MACD ലൈനിൻ്റെ 9 ഡേ മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ ഈ MACD ലൈൻ ഭയങ്കര വോൾട്ടൈൽ ആയിരിക്കും, നേരത്തെ നമ്മൾ സ്റ്റോക്ക് പ്രൈസ് കണ്ട പോലെ തന്നെ. അതിനെ ഒന്നും കൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് സിഗ്നൽ ലൈൻ. മാത്രമല്ല ഈ MACD ലൈനിൻ്റെ ഒരു ലോങ് ടേം ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്നൽ ലൈൻ ഉപയോഗിക്കുന്നത്. ഇനി ഈ MACD ലൈനും സിഗ്നൽ ലൈനും എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ MACD ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കും. ബേസിക്കലി നിങ്ങൾ ഈ ഒരു ഗ്രാഫിൽ കാണുന്ന ഈ റെഡ് കളറും ഗ്രീൻ കളറും സാധനമാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ. ഈ MACD ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ച MACD ലൈനും അത് സ്റ്റോക്ക് പ്രൈസിൻ്റെ ട്രെൻഡിൻ്റെയും അതുപോലെ സിഗ്നൽ ലൈൻ്റെയും അത് MACDയുടെ തന്നെ മൂവിങ് ആവറേജിൻ്റെയും ഡിഫറൻസ് ആണ്. ഇനി ഇതിൽ കുറേ നമ്മൾ തിയറി പഠിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് സിമ്പിളായിട്ട് എക്സാമ്പിൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു ചാർട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ കാണുന്നത് ഈ നീല കളർ ലൈൻ എന്ന് പറഞ്ഞാൽ MACD ലൈനും ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ലൈനുമാണ്. അപ്പോൾ എപ്പോഴൊക്കെ ഈ MACD ലൈൻ സിഗ്നലിനെ ഓവർടേക്ക് ചെയ്യുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ ഹിസ്റ്റോഗ്രാം നോക്കിയാൽ ഇങ്ങനെ ഗ്രീൻ ആയിട്ട് വരുന്ന കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് കാണിക്കുന്നത്, മുകളിലേക്ക് പോകാനാണ് സാധ്യത. എത്രത്തോളം ഗ്രീൻ കയറിക്കൊണ്ടിരിക്കുന്നോ അത്രത്തോളം ആ ഒരു പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ അത് മെല്ലെ മെല്ലെ താഴേക്ക് ആവുന്നോ അവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക MACD ലൈൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സ്റ്റോക്ക് താഴേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ ഇത് ട്രേഡ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം? ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. എങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുക. എപ്പോഴൊക്കെ നിങ്ങൾ ഈ ഗ്രീൻ മുകളിലേക്ക് പോകുന്ന കാണുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ബൈ ചെയ്ത സാധനം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാം. അതിൻ്റെ മൊമെൻറ്റം താഴേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്റ്റോക്കിനെ വിൽക്കാവുന്നതാണ്. നേരെ മറിച്ച് അവിടെ റെഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം MACD ലൈൻ ഭയങ്കര താഴേക്ക് പോകുന്നതാണ് ആ സിഗ്നൽ ലൈൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സ്റ്റോക്കിനെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ MACD എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ചാർട്ട് പാറ്റേൺസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് തന്നെ നോക്കിയിട്ട് അതിൽ നിന്നുള്ള പാറ്റേൺസ് ഇങ്ങനെ മനസ്സിലാക്കി അത് വെച്ചിട്ടും ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറേ പാറ്റേൺസ് ഉണ്ട്. അതിലൊരു സിമ്പിൾ ടൈപ്പ് പാറ്റേൺ ആണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഹെഡ് ആൻഡ് ഷോൾഡറിൽ ബേസിക്കലി ഒരു ഷോൾഡർ ഉണ്ടാവും, പിന്നെ ഒരാളുടെ തലയുണ്ടാവും, പിന്നെ മറ്റേ ഷോൾഡർ ഉണ്ടാവും. അപ്പോൾ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട അത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഈ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ 2 ലോസ് വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിനെയാണ് നമ്മൾ നെക്ക് ലൈൻ എന്ന് വിളിക്കുക, കഴുത്തിൻ്റെ ലൈൻ. ഓക്കെ, ആക്ച്വലി കഴുത്തിൻ്റെ ലൈൻ കുറച്ചുകൂടി ലെവലിലാണ് വരുന്നത്, പക്ഷേ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. അപ്പോൾ കഴുത്തിൻ്റെ ലൈൻ കുറച്ച് താഴെയല്ലേ. അപ്പോൾ ഈ കഴുത്തിൻ്റെ ലൈൻ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു ഷോൾഡർ വന്നു, ഒരു ഹെഡ് വന്നു, വീണ്ടും ഒരു ഷോൾഡർ വന്നു, ഇങ്ങനെ ഷോൾഡർ ഫോം ചെയ്തു. ആ ഷോൾഡർ വീണ്ടും നെക്ക് ലൈൻ്റെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു ബെയറിഷ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഒന്ന് സ്റ്റോക്ക് വിൽക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണേൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാവർക്കും അറിയാം ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, എല്ലാ ട്രേഡേഴ്സിനും അറിയാം. അപ്പോൾ അവർക്ക് അറിയാം ഇങ്ങനെ ഒരു ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യും, വിൽക്കുകയാണ് ചെയ്യുക.
അതുകൊണ്ട് അവരും അത് വിൽക്കും. അങ്ങനെ എല്ലാവരും വിൽക്കുമ്പോഴാണ് ആ സ്റ്റോക്ക് താഴേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഗെയിമും കൂടിയായി മാറിയിരിക്കുകയാണ് ഈ ടെക്നിക്കൽ അനാലിസിസ്. ഇനി ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ മാത്രമല്ല, ഇഷ്ടംപോലെ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ആ ചാർട്ട് പാറ്റേൺസിൻ്റെ അടിസ്ഥാനം കൂടെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സിനും കൂടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാർട്ട് പാറ്റേൺസിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്കുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മളെല്ലാം കൂടി കവർ ചെയ്യുന്നില്ല, കാരണം വലിയൊരു വീഡിയോ ആയിപ്പോൾ. ഇനി നമ്മൾ പഠിച്ചതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു റിയൽ ട്രേഡ് നടത്തുക എന്നുള്ള കാര്യം ഇവിടെ ലൈവ് ചാർട്ട് ഉപയോഗിച്ച് എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം സെബി റൂൾസ് പ്രകാരം നമുക്ക് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഞാനൊരു ഹിസ്റ്റോറിക് ചാർട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ കാണുന്ന നിഫ്റ്റിയുടെ ഒരു പ്രൈസ് ചാർട്ടാണ്. താഴെ ഇവിടെ നമ്മൾ MACD പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. വോളിയൂം RSI നമ്മുടെ പ്ലോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ താഴേക്ക് ഭയങ്കര പോയിട്ടുണ്ട്. മിക്ക സമയത്തും RSI ഒക്കെ 30 താഴെ പോകാൻ ചാൻസ് ഉണ്ട്. പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് വേണം പോയി നോക്കാവുന്നതാണ്. പക്ഷേ ഇമാജിൻ ചെയ്യാം, നമ്മുടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റ് എത്തിയപ്പം RSI 30 താഴെ കടന്നു. അപ്പോൾ അത് ഓവർ സോൾഡായി. ഇനി ഓവർ സോൾഡായ ചാടിക്കറി ഞാൻ വാങ്ങണമെന്നില്ല. എനിക്ക് നോക്കാൻ പറ്റുന്ന എന്താണ്, ഇവിടെ MACDയിൽ ഒരു റിവേഴ്സൽ നടക്കുന്നുണ്ടോ? ഇല്ല. MACD ഇവിടെ ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റ് എത്തുമ്പോൾ MACDയിൽ ഒരു റിവേഴ്സൽ നടക്കുന്നുണ്ട്, അതായത് ബുള്ളിഷ് മൊമെൻ്റ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ RSI 30 താഴെ പോവുകയും MACDയിൽ ഒരു റിവേഴ്സൽ കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം സ്റ്റോക്ക് ഇനി മുകളിലേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എനിക്ക് വേണം എന്ത് ചെയ്യാം, എനിക്ക് ആ സ്റ്റോക്ക് അഥവാ ആ ഇൻഡെക്സ് വാങ്ങാവുന്നതാണ്. എന്നിട്ട് ഈ MACDയിലെ മൊമെൻ്റ് ഉള്ളത് വരെ എനിക്കത് ഹോൾഡ് ചെയ്യാം. അങ്ങനെ ഹോൾഡ് ചെയ്ത് പിന്നെ അത് താഴേക്ക് പോകുമ്പോൾ എനിക്ക് മെല്ലെ വേണേൽ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ടാക്കിയോ എന്നുള്ള കാര്യം നമുക്ക് ചെക്കും ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതാണ്ട് ഈ ഒരു പോയിന്റിലായിരിക്കും എൻ്റർ ചെയ്യുന്നത്, എന്നിട്ട് ഏതാണ്ട് ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഓൾമോസ്റ്റ് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രോഫിറ്റ്. ഇനി ഈ പറഞ്ഞ കാര്യം ഇത്ര സിമ്പിളൊന്നുമല്ല. പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ പല കാര്യങ്ങളും നോക്കണം. നിങ്ങൾ വോളിയം ചാർട്ട് നോക്കണം, വോളിയം സ്ട്രോങ് ആണോ എന്നുള്ള കാര്യം നോക്കണം. അതുകൂടാതെ നിങ്ങളൊരു സഫിസ്റ്റിക്കേറ്റഡ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ പല ടൂൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു ട്രേഡ് നടക്കുക. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഓറഞ്ച് ലൈൻ എന്ന് പറഞ്ഞാൽ 50-day സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ്. നീല കളർ എന്ന് പറഞ്ഞാൽ 200-day മൂവിംഗ് ആവറേജ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും പറ്റുന്നുണ്ടോ അല്ലേ? ഈ റീസെൻ്റ്ലി ഇവിടെ നിഫ്റ്റി ഒരു ഗോൾഡൻ ക്രോസ് ഓവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ 50-day മൂവിംഗ് ആവറേജ് 200-day മൂവിംഗ് ആവറേജിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അതായത് നിഫ്റ്റി ഇനി അങ്ങോട്ടൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കാനാണ് ചാൻസ് എന്നാണ് ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയത്. ഇനി ഇത് കണ്ടതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് ചാടിക്കറി വാങ്ങില്ല. നമ്മൾ പിന്നെയും കാര്യങ്ങൾ നോക്കും. നമ്മൾ നോക്കുക എന്താണ്, അവിടെ നല്ല വോളിയം ഉണ്ടോ? വോളിയം നല്ലതുണ്ടെങ്കിൽ മേ ബി ആ ഒരു മൊമെൻറ്റം മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുക MACDയും കൂടിയാണ്. MACD നോക്കുമ്പോൾ ആക്ച്വലി താഴേക്ക് പോകുന്ന രീതിയാണ് റീസെൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും, നമ്മൾ ചാടിക്കറി എൻട്രി ചെയ്യില്ല. MACDയിൽ ഒരു റിവേഴ്സൽ കാണുകയാണെങ്കിൽ മേ ബി അതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാവും. ഇനി അതും കൂടാതെ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, അവിടെ എന്തെങ്കിലും ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണോ അല്ലെങ്കിൽ ഡബിൾ ബോട്ടമോ അങ്ങനത്തെ കാര്യങ്ങളൂടെ നോക്കിയിരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു തന്നത് വെറും സാധ്യതകൾ മാത്രമാണ്. ഇതുപയോഗിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു ഒരിക്കലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോഴും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ബേസിക് ടൂൾസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടും പേഴ്സണൽ ഫിനാൻസിനെ പറ്റിയിട്ടും കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.